ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കേരള പോലീസിലെ മോദി ഫാൻസ് ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ബി.ജെ.പിക്കാർക്കെതിരായ പോലീസ് നടപടിക്കെതിരെ ബി.ജെ.പി. നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് മാർച്ചിന് മുൻപായി ബി.ജെ.പിക്കാരെ കൈകാര്യം ചെയ്യാൻ ആലോചനയുണ്ട് എന്ന് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചറിയിച്ചതായി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പോലീസിലെ ആ ചാരപ്പണി നടത്തിയ ആൾക്കായി ആഭ്യന്തര വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാർച്ചിന് വരും മുൻപ് ഒരു പോലീസുകാരൻ തന്നെ വിളിച്ചുവെന്നും പനിയോ ചെവിക്ക് അസുഖമോ ഉണ്ടെങ്കിൽ വരരുത്, ജലപീരങ്കി അടക്കം ബി.ജെ.പിയെ കൈകാര്യം ചെയ്യാൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തന്നെ വിളിച്ചറിയിച്ചതെന്നാണ് ശോഭ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്. ഒറ്റ പ്രസംഗത്തിലൂടെ ശോഭ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഒളിഞ്ഞിരിടപ്പുണ്ട്. എന്തായാലും ശോഭ പറഞ്ഞ കാര്യം തൽക്കാലം അവിടെ മാറ്റിവെച്ച് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് കേരള പോലീസിൽ അങ്ങനെ ഒരു മോദി ആരാധക സംഘം ഉണ്ടോ എന്നാണ്. ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മോദി ഭക്തരോ ബി.ജെ.പി. അനുഭാവികളോ കേരള പോലീസിൽ ഉണ്ടോ എന്നത് ഗഹനമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വസ്തുത തന്നെയാണ് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കാരണം സമീപകാലങ്ങളിൽ നടന്ന ഒരുപാട് വിഷയങ്ങൾ അത്തരം സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുമല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ആരോപണങ്ങൾ ധാരാളമായി വന്നിട്ടുമുണ്ട്. അവയിൽ ചിലതൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഭരണകാലത്താണ് പോലീസിലെ സംഘപരിവാർ വൽക്കരണം കൂടുതലായും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു തുടക്കം. ഈ സമയം മുതൽ തന്നെ കേരള പോലീസിൽ RSS വൽക്കരണം നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. സർക്കാരും RSSുമായുള്ള ഇടപാടിന് പാലമാകുകയാണ് ADGP എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുമരകത്തെ ആഡംബര റിസോർട്ടിൽ കേരള പോലീസിലെ ബി.ജെ.പി. അനുഭാവികളുടെ മാത്രം യോഗം നടക്കുന്നത്. ഇതോടെ ഈ ആരോപണങ്ങൾ ശക്തമായി. കേരള പോലീസിൽ ബി.ജെ.പി. അനുഭാവമുള്ള പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചതായുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് അടുത്തിടെയാണ്. CPM കോൺഗ്രസ് അനുഭാവികളാണ് എന്ന വ്യാജേന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ നിർണായക സ്ഥാനങ്ങളിലടക്കം കയറിപ്പറ്റിയതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് തൃശൂർ പൂരം അലങ്കോലമാക്കൽ വിവാദത്തിന് കൂടി തിരികൊളുത്തപ്പെടുന്നത്. പൂരത്തോടനുബന്ധിച്ച് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പോലീസിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അന്നു തന്നെ ചർച്ചയായതാണ്. പൂരത്തിന് തലേ ദിവസം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരങ്ങൾ മുടങ്ങിയെന്നും ഭക്തർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളും വന്നു. ഈ രീതിയിലെല്ലാം പൂരം കലക്കിയതും അവിടേക്ക് സുരേഷ് ഗോപി എത്തി പൂരം പഴയ പോലെ നടത്താൻ ഇടപെട്ടു എന്നതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാണ്. ഈ പൂരം കലക്കലാണ് തൃശൂരിലെ ബി.ജെ.പി. വിജയത്തിന്റെ ആധാരം എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ പൂരം കലക്കി എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ബി.ജെ.പി. മാർച്ചും ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിന് ലാത്തിയടിയേറ്റതും എല്ലാം വിലയിരുത്തേണ്ടത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്നുകൂടി ഇത്തരണത്തിൽ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കള്ളവോട്ട് വിവാദവും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമെല്ലാം ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിൽ നിന്ന് തലയൂരാൻ ബി.ജെ.പിക്ക് മോദി ഭക്തരെന്ന് ശോഭ വിശേഷിപ്പിച്ച പോലീസുകാർ അവസരം ഒരുക്കി കൊടുക്കുകയാണോ എന്നാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ ബി.ജെ.പി. മാർച്ചിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രന് രഹസ്യമായി വിവരം നൽകിയ ആ രഹസ്യ പോലീസിനായി പോലീസും ആഭ്യന്തര വകുപ്പും അന്വേഷണം നടത്താനുള്ള കാരണവും ഈ മോദി ഫാൻസ് പോലീസിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം ശോഭയുടെ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാതെ ഭരണത്തിൽ ഇരിക്കാതെ കേരള പോലീസിനെ നിയന്ത്രിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. കേന്ദ്രത്തിലെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിലെ പോലീസിനെ RSS സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ഗൗരവമല്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്.